തെറ്റാണെന്നാണ് പറയുന്നത്. അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് അല്പസമയം മുമ്പ് മീഡിയ വണ്ണോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയാളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം ഇപ്പോഴും പോലീസിന് കൃത്യമായി ഇല്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. തളാപ്പ് ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇയാൾ പിടിയിലായെന്ന് അനൌദ്യോഗികമായ വിവരമുണ്ടായിരുന്നു. ചില പോലീസുകാർ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് പിടിയിലായതായി സൂചന എന്ന തരത്തിൽ നമ്മൾ വാർത്തയിലേക്ക് വന്നത്. മാത്രമല്ല, അല്പസമയം മുമ്പ് കണ്ണൂർ DCC ഓഫീസിന്റെ ഭാഗത്ത് വെച്ച് ഇയാളെ പോലെ, അതായത് ഗോവിന്ദസ്വാമിയെ പോലെ ഒരാളെ കണ്ടു എന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ അത് തളാപ്പ് അമ്പലത്തിൽ വെച്ച് പിടിയിലായിട്ടുള്ള ഗോവിന്ദസ്വാമി തന്നെയെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഗോവിന്ദസ്വാമി പിടിയിലായിട്ടില്ല, അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇപ്പോ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇയാൾ കടന്നു വന്ന വഴികളിലെ CCTV ദൃശ്യങ്ങളും മറ്റും പോലീസ് ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ കടന്നുപോയി എന്ന് പറയുന്ന വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് വളരെ വ്യക്തമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഗോവിന്ദസ്വാമി തന്നെയാണോ ഇല്ലെന്ന് യെസ്, ഗോവിന്ദസ്വാമി പിടിയിലായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അദ്ദേഹം പിടിയിലായി എന്നുള്ള സൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണർ നൽകുന്ന വിവരമനുസരിച്ച് ഗോവിന്ദസ്വാമി പിടിയിലായിട്ടില്ല. അതായത് പോലീസ് ഇതുവരെ ഗോവിന്ദസ്വാമി പിടിയിലായി എന്ന് വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് സുനിൽ ഐസക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ പല ചാനലുകളും പല മാധ്യമങ്ങളും ഗോവിന്ദസ്വാമി പിടിയിലെന്ന് ഉറപ്പിച്ച് വാർത്ത നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സൂചന നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഗോവിന്ദസ്വാമി പിടിയിലായിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോലീസ് സ്ഥിരീകരിക്കാതെ നമുക്ക് ഈ വാർത്ത അങ്ങനെ കൊടുക്കാനും സാധിക്കില്ല എന്നുള്ളത് അറിയാമല്ലോ. ഏതായാലും സുനിൽ ഐസക് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് തളാപ്പ് ക്ഷേത്രത്തിന്റെ അടുത്തു നിന്ന് പിടിയിലായത് ഗോവിന്ദസ്വാമി അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസിന്റെ സ്ഥിരീകരണം വരുന്ന മുറയ്ക്ക് നമുക്ക് അത് നൽകാനാകും. സുനിൽ ഐസക് ലൈനിലുണ്ടെങ്കിൽ സുനിൽ, പിന്നെ ആരാണ് പിടിയിലായത് എന്നുള്ളതിന് സൂചന ലഭിക്കുന്നുണ്ടോ? യെസ്, സുനിൽ ഐസക് വാർത്ത സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയും മറ്റു ശ്രമങ്ങളിലാണ്, വാർത്ത ശേഖരിക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ സാജുവിലേക്ക് പോവുകയാണ്. സാജു, ഗോവിന്ദസ്വാമി പിടിയിലായെന്നും ഇല്ലെന്നുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്ത, പോലീസിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിരീകരണം ഗോവിന്ദസ്വാമി പിടിയിലായിട്ടില്ല എന്നാണ്. ഗോവിന്ദസ്വാമി പിടിയിലായി എന്ന് ഇപ്പോഴും സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ച് നമുക്ക് വിവരം നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ തളാപ്പ് ക്ഷേത്ര പരിസരത്ത് നിന്നും ഒരാൾ പിടിയിലായതായി സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഗോവിന്ദസ്വാമി ആണ് എന്ന കാര്യത്തിലുള്ള നിഗമനങ്ങളിലുമൊക്കെ എത്തിയിരുന്നെങ്കിലും ഇപ്പോഴും അങ്ങനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വിവരം ഈ ഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ സുനിൽ ഐസക് നമ്മുടെ കണ്ണൂർ പ്രതിനിധി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നൽകിയിരുന്ന മറുപടി ഇത്തരത്തിൽ ഗോവിന്ദസ്വാമിയെ പിടിച്ചു എന്ന വാർത്ത ശരിയല്ല. അദ്ദേഹത്തിന് ആ കുറ്റവാളിക്കായുള്ള, ആ പ്രതിക്കായുള്ള, കൊടും കുറ്റവാളിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ആ വിവരങ്ങൾ കൈമാറണം എന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇപ്പോൾ പിടികൂടിയാൽ പോലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണോ എന്ന സംശയവും നമുക്ക് ബാക്കിയുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഇപ്പോൾ അത്തരത്തിൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു വിവരം നൽകുന്നില്ല ഗോവിന്ദസ്വാമി പിടിയിൽ എന്നുള്ളതാണ് വസ്തുത. ഇനി അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് നമുക്ക് നൽകാനുള്ള വിവരം, ഇപ്പോൾ നമ്മുടെ പ്രതിനിധിയുടെ കൈവശം ജയിൽ ചാടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോവിന്ദസ്വാമി ജയിൽ ചാടി പോകുന്ന ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല നൌഫൽ. അതാണ് ഇപ്പോൾ സുനിൽ ഐസക്കിന് ലഭ്യമായിട്ടുള്ളത്. നമുക്ക് അല്പസമയത്തിനകം തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതുവരെ ഗോവിന്ദസ്വാമിയെ പിടികൂടി എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയത്ത് തളാപ്പ് ക്ഷേത്ര പരിസരത്ത് നിന്നും ഒരാളെ പിടികൂടിയെന്നും അത് ഗോവിന്ദസ്വാമിയാണ് എന്നുമുള്ള അനൌദ്യോഗികമായ ചില വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ സിറ്റി പോലീസ് കമ്മീഷണർ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അക്കാര്യത്തിലോ അടക്കം കൂടുതൽ സ്ഥിരീകരണം വേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.